ഇസ്ലാമിക പാഠം, ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അൽ ഹുർരിയത്തു നിഅമത്തുൻ ബഅദൽ ഈമാൻ. ഈമാനിന് ശേഷം, വിശ്വാസത്തിന് ശേഷം സ്വാതന്ത്ര്യം എന്നത് അനുഗ്രഹമാണ്. അത് അനുഗ്രഹമാണ്. നമ്മുടെ 1731 മുതൽ 1947 വരെ നീണ്ട 8 നൂറ്റാണ്ട് കാലം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത് നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ നേതാക്കന്മാരാണ്, മുഗളന്മാരായ ഭരണാധികാരികളായിരുന്നു. ഈ രാജ്യത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചവർ അവരായിരുന്നു. അവര് അന്ന് ഈ രാജ്യം ഭരിച്ചപ്പോ ഒരു ഹിന്ദു പോലും അല്ലെങ്കിൽ ഒരു അമുസ്ലിം പോലും നിങ്ങളുടെ ഭരണം ശരിയല്ല, നിങ്ങളുടെ ഭരണം അനീതിയാണ് എന്ന് ഒരാള് പോലും പറഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. 8 നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നവരാണ് അവർ. അവർ വെറുതെ ഭരിച്ചിട്ട് പോയില്ല. ഇന്ത്യ രാജ്യം അവർ ഭരിച്ചുവെങ്കിൽ ഒരുപാട് സമ്മാനങ്ങൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി അവർ സമ്മാനിച്ചിട്ടാണ് പോയത്. മഹത്തായ ഇന്ത്യയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പണിയെടുത്തവരാണ് അവർ, വെറുതെയല്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ചരിത്രങ്ങൾ അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ 42 ഏക്കറിൽ യമുനാ നദിയുടെ തീരത്ത് തിളങ്ങി നിൽക്കുന്ന ആ താജ്മഹലും ആഗ്ര കോട്ടയും ആരാണ് ഈ ഇന്ത്യക്ക് സമ്മാനിച്ചത്? ബഹുമാനപ്പെട്ട ഷാജഹാൻ ചക്രവർത്തി ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ചതാണ്. ലോകത്തെ 7 അത്ഭുതങ്ങളുടെ അത്ഭുതമല്ലേ? ഭാരതീയ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ മുത്തായ, ഏറ്റവും വലിയ സ്ഥാനമുള്ള ആ താജ്മഹൽ ഇന്ത്യ രാജ്യക്ക് സമ്മാനിച്ചത് മുസ്ലിമാണ്. ഇന്ത്യയുടെ ഭരണാധികാരികളായിരുന്നു അവർ. അതൊക്കെ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പോയിട്ട് കണ്ട് സെൽഫി എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് വരലല്ല. അവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം, അവിടുത്തെ പാരമ്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ 1192 കുത്തുബ് മിനാർ 399 പടികളുണ്ട്. 237ഓളം 238ഓളം 8 മീറ്ററോളം ഉയരമുള്ള, അടിയോളം ഉയരമുള്ള ആ കുത്തുബ് മിനാർ ബഖ്തിയാർ അഹമ്മദ് എന്ന ഉസ്താദിന്റെ നാമധേയത്തിൽ, ഉസ്താദിന്റെ ഓർമ്മയ്ക്ക് ഖുത്ബുദ്ദീൻ ഐബക് 1192 ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അദ്ദേഹമാണ് അത് പണി കഴിപ്പിച്ചത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് അതിന്റെയൊക്കെ ചുവട്ടിൽ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? അതിലൊക്കെ കൊത്തിവച്ചിരിക്കുന്ന ഓരോ ലേഖനങ്ങൾ, ഉല്ലേഖനങ്ങൾ, അതൊക്കെ ഒന്ന് പഠിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ച സമ്മാനമാണ്, മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ സമ്മാനമാണ്. അതേപോലെ റെഡ് ഫോർട്ട് ചെങ്കോട്ട എന്നാണ് അതിന് അറബിയിൽ, ഉറുദുവിൽ പോലും പറയുന്നത്. ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന പോലെ മുഅല്ല എന്നാണ് പറയുന്നത്. ആരാണത് പടി? 1638 ആ 72 മീറ്റർ ഉയരമുള്ള റെഡ് ഫോർട്ട് ചെങ്കോട്ടയുടെ ഹൃദയത്തിൽ, അതിന്റെ നെഞ്ചിൽ കയറി നിന്നിട്ടാണ് ഇന്ത്യയുടെ അഭിസംബോധന ചെയ്യുന്നത്. ആരാണ് ഇതിന് സാക്ഷ്യം വഹിച്ചത്? ആരാണ് ഇത് ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ചത്? മുസ്ലിമീങ്ങളല്ലേ? ഷാജഹാനല്ലേ? ഷാജഹാൻ ചക്രവർത്തിയല്ലേ? ദീവാനെ ആം എന്ന് പറയുന്ന മയൂര സിംഹാസനം ആര് ഇന്ത്യ രാജ്യത്തിനാണ് സമ്മാനിച്ചത്? രത്നങ്ങളാലും സ്വർണങ്ങളാലും ഉണ്ടാക്കപ്പെട്ട ആ മയൂര സിംഹാസനം ദീവാനെ ആം എന്നാണ് അതിനറിയപ്പെടുന്നത്. അതാരാണ് ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ചത്? മുസൽമാനല്ലേ? ചാർമിനാർ എന്ന പേരിൽ അറിയപ്പെടുന്ന 1591 ചാർമിനാർ ഖുത്ബ് ഷാഹ് സുൽത്താൻ മുഹമ്മദ് ഖുത്ബ് ഷാഹ് 4 ഖലീഫമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ നാട്ടിൽ വസൂരി വ്യാപിച്ച സമയത്ത് വസൂരിയിൽ നിന്ന് മോചനം കിട്ടാൻ നിയത്ത് ചെയ്ത് കൊണ്ട് അദ്ദേഹം ചാർമിനാർ അവിടെ സ്ഥാപിച്ചുവെങ്കിൽ ഇന്നും അതിന്റെ ചുവട്ടിൽ നടക്കുന്നത് എന്തെന്ന് നിങ്ങൾ ഇന്ന് അവിടെ പോയി എന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആരാ അതൊക്കെ സമ്മാനിച്ചത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, 1731 ഹൈദരലി ലാൽബാഗ് ഉണ്ടാക്കി വെച്ചെങ്കിൽ ആ ലാൽബാഗ് പൂങ്കാവൻ എന്ന് ബാംഗ്ലൂരൊക്കെ പോകുന്നവർ കാണാമല്ലോ. അടപ്പടി സെൽഫി, എല്ലാ സെൽഫി എടുക്കലും നമ്മുടെ ചരിത്രമാണ്, നമ്മുടെ മുൻഗാമികളാണ് ഇതൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചത്, പണിഞ്ഞു വെച്ചത്. അന്ന് വരെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷുകാരന്റെ സൂപ്രണ്ടന്മാര് താമസിച്ചിരുന്ന ലാൽബാഗിലായിരുന്നു. അവർക്ക് ഇതിനു വേണ്ടി പരവതാനി ഒരുക്കി കൊടുത്തത്, ഇതൊക്കെ പണിത് വെച്ചത്, ഇന്ത്യ രാജ്യത്തിന് സമ്മാനിച്ചത് മുസൽമാനാണ്. ഇതൊക്കെ എന്താ പറഞ്ഞ ചരിത്രം മൊത്തം തിരുത്തി കുർത്തി പേരുകളൊക്കെ മാറ്റിയെടുത്തിട്ട് മുസൽമാനെ ആട്ടിയോടിക്കാനുള്ള പരിശ്രമം അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് എണ്ണമറ്റ അമൂല്യ നിധികൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭരണകൂടത്തെ 700 വർഷത്തിന് ശേഷം തളച്ചിടാനും അവരെ തകർക്കാനും ഇന്ത്യ പിടിച്ചെടുക്കാനുമാണ് 4 ഭീകര ശക്തികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. പോർച്ചുഗീസുകാര്, ഫ്രഞ്ചുകാര്, ഡച്ചുകാര്, ബ്രിട്ടീഷുകാര്.
അവര് വന്നിട്ടാണ് ഡിവൈഡ് ആൻഡ് റൂൾ, എല്ലാവരെയും ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കാനുള്ള സംവിധാനം. താജ്മഹൽ ഏറ്റെടുത്തിട്ട് ആ താജ്മഹൽ പൊളിച്ചു കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുകയും 2 ട്രില്യൺ ഡോളറാണ് ഇന്ത്യ രാജ്യത്ത് നിന്ന് അവർ കടത്തിക്കൊണ്ടുപോയത്. 2 ട്രില്യൺ. 1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 കോടിയാണ്. 2 ട്രില്യൺ അന്ന് ഇവിടെ നിന്ന് അവർ കടത്തിക്കൊണ്ടുപോയി ഇന്ത്യ രാജ്യത്ത് നിന്ന്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവരെ അട്ടിയോടിക്കാൻ വേണ്ടി പണിയെടുത്തതിൽ ഒന്നാമത്തെ പങ്ക് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരാണ്. ദാറുൽ ഉലൂം ദയൂബന്ദ് സ്ഥാപിച്ചത് തന്നെ ഇതേപോലുള്ള അഹങ്കാരികളായ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള ആ ഒരു ആഗ്രഹത്തോടും ആവേശത്തോടും കൂടിയാണ് അവിടെ അത് സ്ഥാപിച്ചതെങ്കിൽ ആദ്യമായി ഇവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തണമെന്ന് ഫത്വ കൊടുത്തത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആരായിരുന്നു? ഷാഹ് വലിയുല്ലാഹു ദഹ്ലവി അലൈഹി റഹ്മ. ഇന്ത്യ രാജ്യത്തിൽ ഹദീസിന്റെ സനദ് കൊണ്ടുവന്ന, നമ്മൾ ഇന്ന് ഏത് ഹദീസ് എവിടെ പഠിപ്പിച്ചാലും ആ സനദ് പോയി എത്തുന്നത് ബഹുമാനപ്പെട്ട ഷാഹ് വലിയുല്ലാഹു ദഹ്ലവി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അരികിലേക്കാണ്. ആ മഹാൻ അവറുകളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് ആദ്യമായി, അത് ഈമാനാണ്, ഈമാനിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട ഷാഹ് വലിയുല്ലാഹു ദഹ്ലവി റഹ്മഹുല്ലയാണ്. അങ്ങനെയാണ് നിരവധി അനവധി ശുഹദാക്കളെ ദാറുൽ ഉലൂം സാക്ഷ്യം വഹിച്ചത്. സഹാറൻപൂരിലും അവിടെയുള്ള ദയൂബന്ദിലും അവിടെയുള്ള യുപിയിലെ മഹാപണ്ഡിതം സമൂഹം ഇതിനു വേണ്ടി പണിയെടുത്തതും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഷഹീദാക്കപ്പെട്ടതും. അതൊന്നും ചരിത്രത്തിൽ നിന്ന് കാണാൻ പറ്റില്ല. അതൊക്കെ മുസ്ലിമീങ്ങളായി പോയില്ലേ? മുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നില്ല അവർ പണിയെടുത്തത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. അന്ന് അവര് പണിയെടുത്ത് ഈ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തപ്പോ ജവഹർലാൽ നെഹ്റു പോലും പറഞ്ഞു, ആ പണ്ഡിതന്മാരുടെ കാലിന്റെ അടിയിലുള്ള പൊടിപടലങ്ങൾ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായി ഞാൻ കണക്കാക്കുന്നു, അവരുടെ പാദം ചുംബിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും ഈ പണ്ഡിത മഹത്തുക്കളെ നോക്കി പറയണമെങ്കിൽ ആലോചിച്ചു നോക്ക്, അവർ ഈ ലോകത്തിൽ ചെയ്ത നന്മകൾ എത്രത്തോളമാണെന്ന്. വലിയ മഹത്വമാണ്. അവർ തലയെക്കെട്ടും കെട്ടി ദാടിയും വെച്ച് കമീസും ഇട്ടിട്ട് അവർ കേവലം ദർസെടുക്കാനും പള്ളിയിലെ ഖുത്ബ ഓതാനും അല്ല അവർ നിന്നത്. ഇന്ത്യ രാജ്യത്ത് നിന്ന്, ഇവിടെ നിന്ന് പോർച്ചുഗീസുകാരെയും ഫ്രഞ്ചുകാരെയും ബ്രിട്ടീഷുകാരന്മാരെയും ഡച്ചുകാരന്മാരെയും തുടച്ചു നീക്കണമെന്ന് മാത്രമല്ല, നോൺ ടാക്സേഷൻ മൂവ്മെന്റ്, ടാക്സ് കൊടുക്കാൻ പാടില്ല, കപ്പം കൊടുക്കാൻ പാടില്ല, വൈദേശികാധിപത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയിട്ട് അവർക്കൊരിക്കലും ചുങ്കം കൊടുക്കാൻ പാടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്താൻ ചങ്കൂറ്റം കാണിച്ചവരാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ. പണ്ഡിതന്മാർ അവർ കാണിച്ചു വെച്ച് അങ്ങനെയാണ്, വെറുതെ ഒന്നും അല്ലാതെ. അങ്ങനെ അവർ ത്യാഗം സഹിച്ച് നേടിയെടുത്തതാണ്. ഒരു ദിവസം 1947 ആഗസ്റ്റ് 15 ഓർക്കണം മുസ്ലിം സമുദായമേ, ഒരു റമളാൻ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തില് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ 27-ാം രാവിന്റെ രാത്രി 12 മണിക്കാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞു മറന്നു പോകരുത്. ഏറ്റവും വലിയ മഹത്തായ ഒരു രാവിലാണ്, പരിശുദ്ധമായ റമളാനിന്റെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം മഹാനായ ജൗഹർ അലി ഷൗക്കത്ത് അലി അലൈഹിമർ റഹ്മ അവരുടെ മാതാവിനെ കാണാൻ ബഹുമാനപ്പെട്ട ഗാന്ധി കടന്നു വന്ന സമയത്ത് ആ മാതാവ് പറഞ്ഞു, അല്ലയോ മഹാനവർകളെ, അന്ന് പട്ടിണിയും കൊടുംപട്ടിണിയുടെയും കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ ഒന്ന് സ്വീകരിച്ച് ഭക്ഷണം തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല. ഒരു റമളാൻ 27-ാം രാവിലാണ് ഗാന്ധി ഇവരെ കാണാൻ പോകുന്ന വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, മഹാനവറുകളെ, ഞാൻ സ്വന്തം കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ, പരുത്തി കൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു തുണി എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഞാനത് സമ്മാനമായി നൽകാം. ഇത് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണ്. അത് ഏത് ദിവസമാണ്? അത് ഖദ്റിന്റെ ദിവസമാണ്, ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാണ്. അതുകൊണ്ട് ഈ ഒരു ഖദ്ർ വസ്ത്രം നിങ്ങൾക്ക് ഈ രാവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗാന്ധിക്ക് കൊടുത്തു. ബഹുമാനപ്പെട്ട ആ ഉമ്മ ഖദ്ർ എന്ന് രാഷ്ട്രീയക്കാർ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ വസ്ത്രം ഉണ്ടല്ലോ, ഈ ഖദ്റിന്റെ അർത്ഥം എന്താ? ലൈലത്തുൽ ഖദ്റിന്റെ ഖദ്റാണ്. അല്ലാതെ ഖദ്ർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഖദ്റൊന്നും അല്ലാതെ ലൈലത്തുൽ ഖദ്ർ. ചരിത്രം എടുത്തോ കൂടി ചിരിക്കണ്ട, ലൈലത്തുൽ ഖദ്റിന്റെ ഖദ്റാണ്. അതൊക്കെ മറന്നു പോണ്ട. അല്ലെങ്കിൽ ഖദ്റിന്റെ അർത്ഥം നിങ്ങൾ പറയും,
ഖാദിയിൽ പോയി ചോദിച്ചു നോക്ക് എന്താ ഖദറിന്റെ അർത്ഥമെന്ന്. അത് ഖാദി അവരുണ്ടാക്കിയതാണ്. ഈ ഖദർ എന്ന് പറഞ്ഞ സാധനം, ഈ വസ്ത്രം എന്ന് പറയുന്നത് ആ ലൈലത്തുൽ ഖദറിന് ജൗഹർ അലി ഷൗക്കത്ത് അലിയുടെ ഉമ്മ സമ്മാനിച്ചാണ് മഹാത്മാഗാന്ധിക്ക് സമ്മാനിച്ചു കൊടുത്തതാണ്. ആ ഖദർ ഇന്നും പാരമ്പര്യം നിലനിൽക്കുന്നില്ലേ? ചെറിയ കാര്യമാണോ? എത്രയെത്ര ചരിത്ര സംഭവങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞൊളിഞ്ഞു കിടക്കുന്നത്. നമ്മൾ ഇതെല്ലാം മറന്നു പോകുന്നു. നമ്മളൊക്കെ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് സ്വാതന്ത്ര്യമുണ്ടെന്ന്. ആസാമിലെ മക്കളെ വെട്ടിനിരത്തി എവിടെ സ്വാതന്ത്ര്യം? 40ഓളം പള്ളി പൊളിച്ചു കളഞ്ഞു, എവിടെ സ്വാതന്ത്ര്യം? 600ഓളം മദ്രസകൾ ബുൾഡോസർ കൊണ്ട് തട്ടി തകർത്തു, എവിടെ നമുക്ക് സ്വാതന്ത്ര്യം? ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന അന്നന്ന് കിട്ടുന്ന ഒജീനം കൊണ്ട് തെണ്ടി പിച്ചയെടുത്ത് താമസിക്കുന്ന പാവപ്പെട്ട അധകൃത വർഗത്തെ മുരടോടുകൂടി തകർത്ത് കളഞ്ഞിട്ട് അവിടെ ബ്രാഹ്മണ വർഗത്തിനും വരേണ്യവർഗത്തിനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരുക്കി കൊടുക്കുമ്പോ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ പാവപ്പെട്ട സാധുക്കളായ ന്യൂനപക്ഷത്തിന് എവിടെ സ്വാതന്ത്ര്യം? പിറന്ന മണ്ണിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ ജീവിക്കും? നാളെ നേരം വിളിക്കുമ്പോ നമ്മുടെ ലൈൻ കട്ടായി പോകുമോ? നമ്മുടെ നെറ്റ് കട്ടായി പോകുമോ? നമ്മുടെ ബാങ്ക് ബാൻ ചെയ്യപ്പെടുമോ? നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മളെ ആട്ടിയോടിക്കപ്പെടുമോ എന്ന് പേടിച്ച് വിറച്ചാണ് ഇന്ന് നമ്മൾ പോലും ജീവിക്കുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, നമുക്കിവിടെ സ്വാതന്ത്ര്യം ഉണ്ടോ? സ്വന്തം വോട്ട് ചെയ്യാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ല. അതിനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോയി. വഖഫ് ബില്ല്, വഖഫിന്റെ സ്വത്ത് മൊത്തം ഈ മഹാന്മാരായ 700 വർഷത്തോളം കഷ്ടപ്പെട്ട് പാടുപെട്ട് അവര് വഖഫ് ചെയ്ത മുസ്ലിം സമുദായത്തിന്റെ സമ്പത്ത് മുഴുവനും അതെല്ലാം പിടിച്ചെടുക്കുന്നു. എത്രയെത്ര നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. എല്ലാം ഇസ്ലാമിനെതിരെയാണ്, എല്ലാം ഇസ്ലാമിനെതിരെയാണ്. ഏതെങ്കിലും ഒരു സൈഡ് ഉള്ളിന്റെ ഉള്ളിൽ നിൽക്കുന്ന പള്ളികൾ പൊളിച്ചിട്ട് അത് ഇന്ത്യ ഗവൺമെന്റിന്റേതാണെന്ന് പറയുമ്പോ നടു റോഡിലും ഹൈവേയുടെ റോഡിലും പൊതുനിരത്തുകളിലും കേരളത്തിലും ഇന്ത്യയുടെ ഓരോ മേഖലകളിലും പരസ്യമായി റോഡിന്റെ നടുക്കിൽ അമ്പലങ്ങളും ക്യൂ ആയിട്ട് ജനങ്ങളിൽ നിന്ന് അവിടെ ഭക്തജനങ്ങൾ ഭക്തിയോടുകൂടി അവിടെ ആരാധിക്കുമ്പോ ഒരു മുസ്ലിമും പോയിട്ട് പറയാറില്ല ഇത് റോഡിന് തടസ്സമാണ്, ഇത് നടു റോഡിലാണ് ഈ അമ്പലം നിൽക്കുന്നത്, അതുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റണമെന്ന് ഒരു മുസ്ലിമും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അട്ടക്കുളങ്ങരയുടെ പരിസരത്ത് കൂടെ പോയാലും നമുക്ക് കാണാം. ഇന്ന് ഈ തിരുവനന്തപുരത്തിന്റെ പല പരിസരങ്ങളിൽ പോയാലും കാണാം എത്രയോ അമ്പലങ്ങൾ റോഡിന് തടസ്സമായി നിൽക്കുന്നത് നമുക്ക് കാണാം. ആൽമരങ്ങൾ തടസ്സമായി നിൽക്കുന്നത് കാണാം. എന്നാലും ഒരൊറ്റ മുസ്ലിമും ഇത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്, മുറിച്ചു മാറ്റണമെന്നോ പൊളിച്ചു മാറ്റണമെന്നോ പറഞ്ഞിട്ടില്ല. അള്ളാഹ്ക്ക് വേണ്ടി ആരാധിക്കാൻ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ ഒരു പള്ളി പണിന്ന് സാധുക്കൾ അവിടെ നമസ്കരിച്ചിട്ട് എന്താ പറയുന്നത്? അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. പടച്ചവനെ, നീയാണ് സമാധാനത്തിന്റെ ഉടമസ്ഥൻ, നിന്റെ ഭാഗത്ത് നിന്നാണ് സമാധാനം, നീ സമാധാനം നൽകണേ അല്ലാ, ലോകത്ത് സമാധാനം നൽകണേ അല്ലാ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സമസ്ത മണ്ഡലങ്ങളിലും നീ സമാധാനം വ്യാപിപ്പിക്കണേ പടച്ചവനെ എന്ന് പള്ളിക്കകത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്ന ആ മസ്ജിദുകളല്ലേ ബുൾഡോസർ കൊണ്ടുവന്ന് തകർത്ത് തരിപ്പണമാക്കുന്നത്? എന്നിട്ട് നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ടെന്നാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. എങ്കിലും നമ്മൾ ഇവിടില്ല, ഇന്ത്യ രാജ്യമാണ്. നമ്മുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് കൊണ്ടുവന്ന ഈ മഹത്തായ ഭാരതത്തെ അവസാന സമയം വരെ, അവസാന ശ്വാസം വരെ നമ്മൾ ഇതിനെ കാത്തു സൂക്ഷിക്കും. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഈ രാജ്യത്തെ ജനിച്ചു വീണ മണ്ണിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. എന്ത് പരിശുദ്ധമായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തോട് ബാധ്യതയുണ്ട്. മദ്ഹബ് നഹീം സിഖാത്ത ആപസ് में भैर रखना हिंदी है हम वतन है हिंदुस्तान हमारा. ഒരു മദ്ഹബും ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല പരസ്പരം നിങ്ങൾ പോരടിക്കാനും പരസ്പരം നിങ്ങൾ വിദ്വേഷം വെച്ച് പുലർത്താനും പരസ്പരം നിങ്ങൾ തമ്മിലടിക്കാനും രക്തം ചീറ്റാനും ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ഹിന്ദി ഹെ ഹം, നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്. ഈ മഹത്തായ ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണെന്ന് ലോകത്തോട് പാടി പരിചയപ്പെടുത്തിയത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പ്രേമിച്ച ആശിഖെ റസൂലായ മഹാനായ അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനായ പണ്ഡിതനാണ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പാടിയത്. സാരേ ജഹാ സേ അച്ഛാ, എല്ലാ രാജ്യത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ അമൂല്യമായ രാജ്യമാണ് ഇന്ത്യ രാജ്യമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആര്? ഒരു മുസൽമാൻ. 700 വർഷക്കാലത്തോളം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ട് കുട്ടിച്ചോറാക്കിയിട്ടല്ല പോയത്, കുട്ടിച്ചോറാക്കിയിട്ടല്ല പോയത്. ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടാണ് അവർ പോയത്. അത് മുസ്ലിമീങ്ങളായ നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കൾ പഠിക്കണം. ചരിത്രം തീരുന്നില്ല സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും 79ാമത് ഈ ആഘോഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളിൽപ്പെട്ട സാധുക്കളായ ന്യൂനപക്ഷങ്ങളായ വീടില്ലാത്തവരും അശരണരും ആലംബഹീനരുമായ മക്കളെ കൂടെ നമ്മൾ അയവിറക്കിക്കൊണ്ട് സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവിധ സ്വാതന്ത്ര്യ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ